നമസ്കാരം. ഈ മണിക്കുള്ള പ്രധാന വാർത്തകൾ. ഒന്നും മാറ്റി നിർത്താൻ പോകുന്നില്ല. എല്ലാം കൂടി ചേർന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ മനസ്സിലായ കാര്യം അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ തിരുത്തൽ വേണോ ആ തിരുത്തൽ ഞങ്ങൾ നടത്തും. സംഘടനാ വീഴ്ചയൊക്കെ ഉണ്ടാവുന്നു. ഇപ്പൊ സംഘടനാ വീഴ്ചയില്ല നമ്മളാരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ വീഴ്ചയും പരിശോധിക്കും. രാഷ്ട്രീയമായ വീഴ്ചയുണ്ടോ, സംഘടനാപരമായ വീഴ്ചയുണ്ടോ, അതുപോലെ ഉയർത്തിയ മുദ്രാവാക്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇടതുമുന്നണി മുങ്ങുന്ന കപ്പലല്ലെന്നും എം.വി. ഗോവിന്ദൻ. ചില ജില്ലകളിലെ പരാജയം ആഴത്തിൽ പഠിക്കുമെന്നും തിരുവനന്തപുരത്ത് കോൺഗ്രസ് BJP ധാരണയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. അടിസ്ഥാന വോട്ടുകളിൽ കുറവ് വന്നിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയെന്ന ബിനോയ് വിശ്വം. SIR-ലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ കക്ഷികൾ 25 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് തിരികെ ലഭിക്കാത്തതിന്റെ കാരണമെന്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ കോൺഗ്രസും CPM-ഉം ലീഗും. മരിച്ചുപോയവരുടെ പേരുവിവരങ്ങൾ നൽകണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വരന് ഉപാധികളോടെ ജാമ്യം. രാഹുൽ ജയിൽ മോചിതനായത് 16 ദിവസങ്ങൾക്ക് ശേഷം. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ലോഹം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണ്ണക്കള്ളന്മാർ കണക്കുപുറത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിൽ UDF MPമാരുടെ പ്രതിഷേധം. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരുടെ പങ്കന്വേഷിക്കാൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ 2 ജാമ്യാപേക്ഷകളും വിജിലൻസ് കോടതി തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടേക്കും. രാസവളങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ജോർദാനുമായി കരാറിന് സാധ്യത. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് 99,280 രൂപയായി. രൂപയുടെ മൂല്യത്തിലും റെക്കോർഡ് ഇടിവ്. ഓഹരി വിപണിയിലും വൻ തകർച്ച. ാണ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇടതുമുന്നണി മുങ്ങുന്ന കപ്പലല്ലെന്നും M.V. ഗോവിന്ദൻ. ചില ജില്ലകളിലെ പരാജയം ആഴത്തിൽ പഠിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് BJP ധാരണയെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇടതുമുന്നണിയുടെ അടിത്തറ ഭദ്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ഗ്രാമപഞ്ചായത്ത് വാർഡിലും എതിരില്ലാണ്ട് ജയിച്ച കാര്യം അവർ ബോധപൂർവം മറന്നുപോവുകയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. 8,000 വോട്ട് ശരാശരിയുള്ള ഒരു നമ്പറിൽ UDF-ന് 20% വോട്ട് കഴിച്ചാൽ ബാക്കി ആന്തൂരും മലപ്പട്ടവും 80% ഇടതുപക്ഷ വോട്ടുള്ള വാർഡുകളാണ്. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽപ്പെട്ടതാണ് ആന്തൂരും മലപ്പട്ടവും. ആന്തൂര് 5 നഗരസഭാ വാർഡും മലപ്പട്ടം 3 ഗ്രാമപഞ്ചായത്ത് വാർഡും ഇതില്ലാണ്ട് ജയിച്ച കണക്ക് കൂടി കൂട്ടിയാൽ ഇവർ പറഞ്ഞതിനേക്കാളും എത്രയോ അതിൻ്റെ ഇരട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡായിരിക്കും. ബാക്കിയൊന്നും അങ്ങനെ പറയാൻ സാധിക്കില്ല. നമുക്ക് 500 വോട്ട് കുറവ് തന്നെ. പക്ഷേ ആ കുറവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ അടിത്തറ വ്യക്തമാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്.
തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായത് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയവും പരിശോധിച്ച് ശക്തമായി തിരിച്ചുവരും. തെറ്റുകളുണ്ടെങ്കിൽ കണ്ടെത്തി ആത്മാർത്ഥമായി തിരുത്തും. കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും ശൈലിയും പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത്. ഇതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ കമ്മിറ്റികൾ, സെക്രട്ടേറിയറ്റ് കൊണ്ട് എക്സിക്യൂട്ടീവ് ഉണ്ട്. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവ തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ പറ്റി പരിശോധിക്കണം. ആവശ്യമായ തിരുത്തലുകൾ വേണ്ടിവരും. ആ തിരുത്തലുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനൊരു മഹത്വമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവി BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമെന്ന മന്ത്രി GR അനിൽ. ചില വാർഡുകളിൽ കോൺഗ്രസിന് 500-ൽ താഴെ വോട്ട് ലഭിച്ചു. അത്തരം വാർഡുകളിൽ BJP ജയിക്കുകയും ചെയ്തു. BJP 500-ൽ താഴെ വോട്ട് പിടിച്ച വാർഡുകളിൽ കോൺഗ്രസ് വിജയിച്ചു. ഇതിൽ കൂട്ടുകെട്ട് വ്യക്തമാണെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളിൽ അടക്കമുണ്ടായ തോൽവി പരിശോധിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. തോൽവി നന്നായി പഠിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ കൂടാൻ പോകുന്നത്. ഇന്നു മുതൽ താഴോട്ടുള്ള വിവിധ തലങ്ങളിൽ പാർട്ടിയും LDFും തോൽവിയെ സംബന്ധിച്ച് നന്നായി പഠിക്കാനും അതിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ശൈലിയിലേക്ക് നമ്മൾ നീങ്ങും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തോൽവി ഇപ്പം പരിശോധിച്ചാൽ സൂക്ഷ്മമായി താഴെ അറ്റത്ത് പരിശോധിക്കേണ്ടതാണ്. ഓരോ വാർഡും ഓരോ പ്രദേശവും എടുത്ത് പരിശോധിക്കാം. ഇപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ റിസൾട്ട് LDFിന് അനുകൂലമായിട്ടാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും വാർഡുകളിലേക്ക് പോയാൽ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ കാണാം. ഞാനൊരു ഉദാഹരണം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ 500-ന് താഴെ വോട്ട് ലഭിച്ച BJP വാർഡുകളും കോൺഗ്രസ് വാർഡുകളുമുണ്ട്. BJP വാർഡിൽ 500 വോട്ട് ലഭിച്ചെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്നു. കോൺഗ്രസ് വാർഡിൽ 500-ന് താഴെ വോട്ട് ലഭിക്കുന്ന സ്ഥലത്ത് BJP ജയിക്കുന്നു. ഇതെന്താണെന്ന് പഠിച്ചാൽ തന്നെ കോൺഗ്രസ് BJP ബന്ധം മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJPയുടെ കയ്യിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷം മറുപടി പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ കാരണങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷമേ പറയാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. തന്നെക്കാൾ മികച്ച മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷം തിരുവനന്തപുരം മേയർ ആയിരുന്നയാളാണ് താൻ. ആ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്നും ശിവൻകുട്ടി പറഞ്ഞു. അല്ല, അത് ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജനവിധിയെ മാനിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള ചെറിയ ഒരു പുറകോട്ടടിയുണ്ട്. വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയ കാര്യമല്ല. പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരും. അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെയല്ല. ജയിച്ചെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഏറ്റവും നല്ല മേയർ, തോറ്റിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഏറ്റവും മോശപ്പെട്ട മേയർ. അങ്ങനെ ഒരു നിലവാരമൊന്നുമില്ല. ഞാൻ മേയറായിരുന്ന 5 വർഷക്കാലം നടന്ന വികസന പ്രവർത്തനത്തെക്കാൾ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ആലപ്പുഴ നഗരസഭാ ഭരണം നേടുന്നതിനായി ചരടുവലികളുമായി മുന്നണികൾ. ഇടതുമുന്നണിയും വലതുമുന്നണിയും തിരക്കിട്ട ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. നേതാക്കളുടെ നേതൃത്വത്തിൽ ഇരു മുന്നണികളും മംഗലം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോസ് ചെല്ലപ്പന്റെ മനസ്സറിയാനുള്ള ശ്രമത്തിലാണ്. നഗരസഭയിൽ ഒറ്റകക്ഷിയായി ഭൂരിപക്ഷം നേടിയെങ്കിലും കോൺഗ്രസിന് ഭരണം പിടിക്കാൻ ഒന്ന് വിയർക്കേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് മുൻപ് പുറത്താക്കിയ ജോസ് ചെല്ലപ്പനാണ് കാരണം. 53 വാർഡുകളുള്ള നഗരസഭയിൽ 23 സീറ്റാണ് UDFിനുള്ളത്. LDFിനാകട്ടെ 21. NCPയും PDPയും ചേർന്നാൽ LDF UDFിനൊപ്പം എത്തും. പിന്നെ ഇരു മുന്നണികൾക്കും ആശ്രയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്.
അതിനാൽ തന്നെ സ്വതന്ത്രനായി ജയിച്ച ജോസ് ചെല്ലപ്പനാണ് നഗരത്തിലെ ഹീറോ. പലരും അനൌദ്യോഗികമായി പിന്തുണ തേടി ജോസ് ചെല്ലപ്പനെ സമീപിച്ചിട്ടുണ്ട്. നഗരസഭാ ഉപാധ്യക്ഷ സ്ഥാനമാണ് വാഗ്ദാനം. ഇതിൽ തീരുമാനമുണ്ടാക്കിയാകും മറ്റു ചർച്ചകളിലേക്ക് കടക്കുക. ഒരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചതെങ്കിലും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ജയിച്ചത്. എൻ്റെ നാട് എന്ന് പറയുന്ന മംഗലം വാർഡാണ്. ആ മംഗലം വാർഡിലെ ജനങ്ങളെ ഞാൻ നെഞ്ചോട് ചേർത്ത് വാർഡ് വികസനം എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ ഞാൻ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സ്ഥാനമാനങ്ങളിലോ അതിൻ്റെ ഭാഗമായോ ഇരിക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നാൽ ആലപ്പുഴ നഗരം തന്നെ മാറണം. ഒരു പുതിയൊരു അപ്ഡേഷൻ ഉണ്ടാകണം, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. നിലവിലെ ഒരു രേഖയിൽ സഞ്ചരിക്കലല്ല, പുതിയൊരു അപ്ഡേഷൻ, പുതിയ ജനറേഷൻ്റെ അപ്ഡേഷൻ ഉണ്ടാകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൂടി ഒരു പൂർണ്ണതയിലെത്തിയാൽ നമുക്ക് തീരുമാനം അറിയിക്കാൻ സാധിക്കും. UDF-നാകട്ടെ മുസ്ലിം ലീഗും നഗരസഭാ ഉപാധ്യക്ഷൻ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടാകും നിർണായകമാകുക. മുസ്ലിം ലീഗിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം നൽകി പ്രശ്നം പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതേസമയം ജോസ് ചെല്ലപ്പൻ എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചിരിക്കും ഇനി നഗരസഭാ ഭരണം എന്നിരിക്കെ ഏതു വിധേനയും ഭരണം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടതുവലതു മുന്നണികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ആരുമായും ചർച്ച നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും UDF-ന്റെ അടിത്തറ വിപുലീകരിക്കും. UDF ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറുകയാണ്. അടിത്തറ വിപുലീകരിച്ച് കുറെ കൂടി ശക്തമായ UDF ആയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുക. എന്നാൽ ആരുടെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയൊരു അഭിപ്രായ പ്രകടനം ആരും നടത്തേണ്ടതുമില്ല. തിരഞ്ഞെടുപ്പ് വിജയിച്ചതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കുന്നില്ല എന്നും VD സതീശൻ കോട്ടയത്ത് പറഞ്ഞു. അല്ല, ഞങ്ങൾ ആരെയും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല. നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കേണ്ട കോമ്പിറ്റന്റ് ആയിട്ടുള്ള ബോഡി ഏതാണ്? ഇപ്പൊ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ KPCC ആണ് തീരുമാനിക്കുക. UDF-ലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് UDF നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. എല്ലാവരും കൂടി കൂടിയാണ്. അതൊക്കെ അതിന്റെ സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന നേതൃത്വമുണ്ട്, കൂടിയാലോചനകളുണ്ട്, കൂട്ടായ നേതൃത്വമുണ്ട്. ആ തീരുമാനമുണ്ട്. ഒരു കാര്യം എനിക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ പറ്റാവുന്ന കാര്യം, ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇതിനേക്കാൾ ശക്തമായ UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നോർത്ത് എല്ലാമായി എന്ന് വിചാരിക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ഇതിനേക്കാൾ കഠിനാധ്വാനം നടത്തണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിലെത്തിക്കാൻ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഉണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ, അതിലെത്തിക്കാനുള്ള കഠിനാധ്വാനം നന്നായിട്ട് അധ്വാനിക്കും. അത് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കാര്യം എന്താ? UDF-ലെ മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒരു ഭംഗിയായി ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഇരട്ടി ജോലിയാണ് അവരെ ഏൽപ്പിക്കാൻ പോകുന്നത്. അത് അവർ ഭംഗിയായി ചെയ്യും. ആ ആത്മവിശ്വാസമാണ് തങ്ങളും പണക്കാർ. പാലക്കാട് CPM പഞ്ചായത്ത് പ്രസിഡന്റ് BJP-യിൽ ചേർന്നു. പുൽപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലഗംഗാധരനാണ് BJP-യിൽ ചേർന്നത്. പാർട്ടി വ്യക്തികൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറിയെന്നും സത്യം പറഞ്ഞതിന് തന്നെ മാറ്റി നിർത്തിയെന്നും ആരോപിച്ചാണ് പാർട്ടി വിട്ടത്. BJP ജില്ലാ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അംഗത്വം നൽകി സ്വീകരിച്ചു. CPM-ഉമായുള്ള 20 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ചാണ് ബാലഗംഗാധരൻ BJP-യിൽ എത്തിയത്. വിദ്വേഷ പ്രസംഗം നടത്തിയവരെ ആനയിച്ചു നടന്നത് LDF-ന് തിരിച്ചടിയുടെ ആക്കം കൂട്ടിയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ഒരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളെയും വർഗീയമായി ആക്ഷേപിച്ചവരെ കൂടെ കൂട്ടിയത് CPM-ന് തിരിച്ചടിയായെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. അങ്ങനെ ജനങ്ങളോട് വികസനങ്ങളോ ജനക്ഷേമ പദ്ധതികളോ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ കൈപിടിച്ച് ആനയിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടന്ന് ഒരു പ്രത്യേക പ്രദേശത്തെയും ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെയുമൊക്കെ വളരെ മോശമായ രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകിയ ഒരു മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും പാർട്ടിയോടുമുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായത്. SDP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗ് BJP-യുടെ സഹായം തേടിയിരുന്നതായി സംസ്ഥാന അധ്യക്ഷൻ CP ലത്തീഫ് ആരോപിച്ചു. പലയിടത്തും അങ്ങനെ നീക്കുപോക്കുണ്ടായതായും ലത്തീഫ് കോഴിക്കോട് പറഞ്ഞു.
നമ്മളെ പരാജയപ്പെടുത്താൻ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരുന്നു. മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയതായിട്ട് ഒരുപാട് സ്ഥലത്ത് കാണാം. BJP ഞങ്ങളെ തോൽപ്പിക്കാൻ പലയിടങ്ങളിലും ഞങ്ങൾ മത്സരിക്കുന്ന, പ്രത്യേകിച്ചും ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വാർഡുകളിൽ മത്സരിക്കാതിരിക്കുകയും അവിടെ വോട്ട് മറ്റ് മുന്നണികൾക്ക് നൽകിയതായും കാണാൻ കഴിയും. BJPയുടെ സഹായം തേടിയ ഒരുപാട് സ്ഥലങ്ങൾ മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ, വടകര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവിലാണ്. അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 90 രൂപ 71 പൈസ എന്ന നിലയിലാണ്. അതേസമയം US ഡോളറിന്റെ മൂല്യം കുറഞ്ഞത് സ്വർണ്ണവിലയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പവന് 99,280 രൂപ എന്ന സർവകാല റെക്കോർഡിലാണ് ഇന്നത്തെ വില. ഓഹരി വിപണിയും ഇന്ന് വൻ തകർച്ചയാണ് നേരിട്ടത്. കഴിഞ്ഞ 15 ദിവസമായി രൂപയുടെ വിനിമയ നിരക്ക് ഇടിവിലാണ്. US വ്യാപാര കരാറിലെ കാലതാമസം, വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെട്ടത്, വർദ്ധിച്ചുവരുന്ന വ്യാപാര കമ്മി എന്നിവയാണ് രൂപയെ തകർക്കുന്ന പ്രധാന ഘടകങ്ങൾ. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 90 രൂപ 71 പൈസ എന്ന നിലയിലാണ്. ഡോളറിനുള്ള ഉയർന്ന ഡിമാൻഡും ഇന്ത്യ US വ്യാപാര കരാറിലെ കാലതാമസവും രൂപയുടെ തകർച്ചയ്ക്ക് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. $1 90 രൂപ 55 പൈസ എന്ന ഡിസംബർ 12 റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് മറികടന്നു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 99,280 രൂപയാണ്. രാവിലെ റെക്കോർഡ് വിലയിലെത്തിയിരുന്നു. വീണ്ടും ഉച്ചയ്ക്ക് വില വർദ്ധിക്കുകയും ചെയ്തു. രാവിലെ 600 രൂപയാണ് വർദ്ധിച്ചത് എങ്കിൽ ഉച്ചയ്ക്ക് 360 രൂപയായി കൂടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5% GST, 3% ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1.5 ലക്ഷത്തിനടുത്ത് വില നൽകണം. അതേസമയം ഓഹരി വിപണിയും ഇന്ന് തകർച്ചയിലാണ്. സെൻസെക്സ് 298.86 പോയിന്റ് കുറഞ്ഞ് 84,968.8ലും നിഫ്റ്റി 121.40 പോയിന്റ് കുറഞ്ഞ് 25,925.55ലുമാണ് വ്യാപാരം നടത്തുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ വിപണിയിൽ ഒരു പ്രധാന തടസ്സമായി തുടരുന്നുവെന്നതും ഇത് അമേരിക്കയിലുള്ള ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ച് വ്യാപാര കമ്മി കൂട്ടുന്നു എന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു വാർത്തയിലേക്കാണ്. IFFKയിൽ 20ഓളം സിനിമകൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് അനുമതി നിഷേധിച്ചത്. അനുമതി നിഷേധിക്കാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര നിലപാട് ഭയപ്പെടുത്തുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രതികരിച്ചു. സിനിമ പ്രദർശിപ്പിക്കാത്തതിനെതിരെ IFK വേദിയിൽ പ്രതിഷേധവുമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, സിനിമാ പ്രേമികൾക്ക് അങ്ങേയറ്റം തിരിച്ചടിയായ, ആശങ്കയായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ 20ഓളം സിനിമകൾക്ക് ഇപ്പോൾ കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ ഇതെല്ലാം ലിസ്റ്റ് ചെയ്യപ്പെടുന്നതല്ലേ എന്തൊക്കെ രീതിയിൽ പ്രദർശിപ്പിക്കുമെന്ന്? സ്വപ്ന, അത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഇൻഫർമേഷൻ മന്ത്രാലയത്തിൽ നിന്ന്, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയത്തിൽ നിന്ന് ഇന്നലെയാണ് ഇമെയിൽ വഴി ഇങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചത്. അതായത് ഒരു സാധാരണഗതിയിൽ IFFK തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ സിനിമകളാണ് എന്നത് കൃത്യമായി അറിയിക്കുകയും അതനുസരിച്ച് അനുമതി ഇമെയിൽ വഴി അത്തരത്തിൽ അനുമതിയൊക്കെ ലഭ്യമായതിനു ശേഷമാണ് ഈ സിനിമകൾ ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട സിനിമയിൽ നിന്നാണ് 19 സിനിമകളാണ് ഇനി പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല, പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗികമായ IFFKക്ക് ഇമെയിൽ വഴി ഇങ്ങനെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അതായത് 19 സിനിമ. ഈ 19 സിനിമകൾ എന്ന് പറയുന്നത് പലസ്തീൻ പ്രമേയമായിട്ടുള്ള 5 പാക്കേജുകൾ ഈ സിനിമയിൽ ഉൾപ്പെടുന്നു. പലസ്തീൻ ഇതിവൃത്തമായ, പലസ്തീൻ അതിജീവനം ഇതിവൃത്തമായ പലസ്തീൻ 36 എന്ന് പറയുന്ന സിനിമ, അത് ഈ IFFKയുടെ, അതായത് ഇപ്പോൾ നടക്കുന്ന 30ാമത് IFFKയുടെ ഉദ്ഘാടന ചിത്രമായിരുന്നു. ഉദ്ഘാടന ദിവസം നിശാഗന്ധിയിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചതാണ്. അതിനുശേഷം സ്വാഭാവികമായ ഒരു ചിത്രം തന്നെ പല വേദികൾ പല ദിവസങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കുന്നതാണ്. ഈ സിനിമ ഉൾപ്പെടെ പലസ്തീൻ പ്രമേയമായ 5 പാക്കേജ്, 5 സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. മറ്റൊന്ന് റഷ്യൻ വിപ്ലവം ഇതിവൃത്തമായ ബാറ്റൻഷീൽ പൊട്ടൻകീൽ എന്ന് പറയുന്ന അതിപ്രസിദ്ധമായ സിനിമയാണ്. ആ സിനിമയ്ക്ക് പോലും പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുന്നു. ആ സിനിമ എന്ന് പറയുന്നത് അതിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇത് ഈ IFFKയിൽ, സംസ്ഥാന ചരിത്ര IFFKയിൽ പ്രദർശിപ്പിക്കുന്നത്. ആ സിനിമയ്ക്ക് പോലും അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എത്രയോ വേദികൾ, ഇവിടെ തന്നെ IFFKയിൽ എത്രയോ വേദികളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമ
സിനിമയാണ് ഈ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൽ എന്ന് പറയുന്ന റഷ്യൻ വിപ്ലവം പ്രമേയമായിട്ടുള്ള സിനിമ. ആ സിനിമയും അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ബീഫ് എന്ന, അതായത് സ്പാനിഷ് ചലച്ചിത്രമായ ബീഫ് എന്ന ടൈറ്റിലുള്ള ഒരു സിനിമയാണ്. ആ സിനിമയും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്ന്, ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. ഇതിനെതിരെ, ഈ തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ്, വ്യാപകമായ പ്രതിഷേധമാണ് IFFK ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാന CPS ജനറൽ സെക്രട്ടറി MA ബേബി സിനിമ കാണാനായി വന്നപ്പോഴത്തേക്കും കടുത്ത പ്രതിഷേധം, ഭയാനകരമായ നിലപാടാണ്. ഈ കേന്ദ്രത്തിന്റെ ഈ നിലപാട് ഭയപ്പെടുത്തുന്നതാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, അതായത് ഇത്രയും അമൂല്യമായ വിദേശ സിനിമകളടക്കം കാണാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഈ സിനിമാ മേളകളൊക്കെ. പക്ഷേ അതൊക്കെ പ്രതീക്ഷയാണ് ഈ പ്രേക്ഷകരടക്കം എത്തുന്നത്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്നത് ഈ സിനിമകളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം. എന്താണ് ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ? അതായത് ഇന്നലെ മുതൽ തന്നെ ഈ പ്രധാനപ്പെട്ട 2 സിനിമകളുടെ സ്ക്രീനിങ് നിഷേധിച്ചപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു വിയോജിപ്പും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അത് അപ്പോഴും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് അനുമതി നിഷേധിച്ചതാണോ, കേന്ദ്ര മന്ത്രാലയത്തിന് അനുമതി നിഷേധിച്ചാണ് വ്യക്തമായ ധാരണ ഉണ്ടായില്ല. എന്നാൽ ഇന്നാണ് അതിലൊരു വ്യക്തത വന്നത്. 19ഓളം സിനിമകൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ നിലപാടുണ്ടായിരിക്കുന്നു. ഇതിനെതിരെ IFFK വേദിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സിനിമ കാണണമെന്ന പലരും, അടൂർ ഗോപാലകൃഷ്ണൻ, കമൽ, മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, സംവിധായകൻ കമലടക്കം കടുത്ത പ്രതിഷേധം. TV ചന്ദ്രൻ അല്പം മുമ്പാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്, ഇങ്ങനെയെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ ഇനി നിരോധിക്കുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെ പ്രതിഷേധിച്ചു തന്നെയാണ് ഇതിൽ നിലപാട് അറിയിക്കുക. ഈ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വരെ കടുത്ത നടപടി, പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സിനിമാ സംഘടനാ പ്രവർത്തകർ കുക്കു പരമേശ്വരൻ, IFFK സെക്രട്ടറി കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ പ്രതികരിക്കുകയാണ്. പ്രതികരണത്തിലേക്ക് പോവാം. ഡിസംബറിലായിരിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പോണത്. ബിക്കോസ് ചില സിനിമകളുടെ കൺഫർമേഷൻ കിട്ടണം ഞങ്ങൾക്ക്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന സിനിമകളുടെ അവർ സ്ക്രീനിങ്ങിന് അയക്കുന്ന ഒരു ലിങ്കാണ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ. അത് കഴിഞ്ഞ് അത് തിരിച്ചെടുക്കും. വൺസ് ഇറ്റ് ഈസ് സെലക്റ്റഡ് ദെൻ വി ഇൻഫോം ദം, ദെൻ ദേ നീഡ് ടു ഡു ദ പ്രോസസ്. ആ പ്രോസസ്സ് കഴിഞ്ഞ് വന്ന് അത് ഓക്കെ ആവുമ്പോഴേ നമുക്ക് എക്സംഷൻ അയക്കാൻ പറ്റും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ മന്ത്രാലയവുമായി സംസാരിക്കുന്നുണ്ടോ? വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവസാനം തുടങ്ങിയ ചിത്രങ്ങൾ 187 നിന്ന് 19 എത്തി നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ 7 സിനിമ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. 9 സിനിമ. അതൊരു വളരെ വിഷമമുള്ള കാര്യമാണ്. കാണികളോടൊപ്പം തന്നെ ഞങ്ങൾക്കും വിഷമമുള്ളൊരു കാര്യമാണത്. അല്ല, അക്കാദമി കഴിഞ്ഞ ഈ 29 വർഷം IFFK നടത്തുമ്പോഴും വളരെ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമകളൊക്കെ ഇവിടെ വരുന്നത്. അറിയാലോ, ഇത് ഒരു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സ് അടങ്ങുന്ന ജൂറി അടക്കമാണ് ഇതുപോലുള്ള സിനിമകൾ സെലക്ട് ചെയ്യുന്നത്. പല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടിയ സിനിമകളും നമ്മുടെ ചലച്ചിത്ര പ്രേമികൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ അതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അങ്ങനെ വളരെ കൃത്യമായിട്ട് അക്കാദമി ഒരു കൃത്യമായിട്ട് രാഷ്ട്രീയമൊന്നും ഇല്ല. ചില പാക്കേജുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഇതിൽ തന്നെ നിങ്ങൾ ആലോചിച്ചോളെ, ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൽ പോലത്തെ സിനിമകൾക്ക് പോലും അനുമതി തരുന്നില്ല. 100ാം വർഷമാണ്. അതൊക്കെ കാണുന്ന സിനിമയാണ്. മാസ്റ്റേഴ്സിന്റെ സിനിമ എന്ന് പറയുന്നത് ഇവിടുത്തെ ചലച്ചിത്ര പ്രേമികളും ഫിലിം സ്റ്റുഡൻസ് അടക്കം ഇന്നും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ അവർ ഇപ്പോൾ അനുമതി തരാത്ത കുറേ സിനിമകളുടെ ലിസ്റ്റ് ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഇതിലിപ്പോൾ ബീഫ് എന്ന് പറയുന്ന സിനിമ ഞാനത് കണ്ടിട്ടില്ല. ഞാനതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അത് ബീഫ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രയോഗമാണ്. നമ്മൾ ഈ പറയുന്ന ബീഫ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതുപോലും ചെയ്തുകൊണ്ട് ഇതിൻ്റെ വിഷയം ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. കാരണം എപ്പോഴും ഇതുപോലുള്ള ഫെസ്റ്റിവലുകളിൽ പല വിഷയങ്ങളും ആയി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളൊക്കെ നടക്കും. അത് ചലച്ചിത്ര പ്രേമികളൊക്കെ അതിൻ്റെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാളേക്ക് ഉണ്ടാകും. പക്ഷെ അക്കാദമി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേള വളരെ സുഗമമായി, യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റണ്ടും ഇല്ലാതെ ഇത് വളരെ സുഗമമായി നടത്തിക്കാനാണ്. അപ്പം മീഡിയ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സപ്പോർട്ടും അത് തന്നെയാണ്. കാരണം ഈ സിനിമകൾക്കൊക്കെ പെർമിഷൻ കിട്ടുവാനും ഈ മേള, കാരണം ഇതൊരു ഇപ്പോൾ ലോകത്തിൽ തന്നെ ഒരുപാട് വലിയ ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പോൾ IFFK അതിലേക്ക് എത്തിയെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ലോകത്തിൽ തന്നെ ഇത്രയും ജനകീയമായ ഒരു ഫെസ്റ്റിവൽ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ്. ഇത്രയും സിനിമയെ പ്രേമിക്കുന്നവർ വരുന്ന ഒരു മേള ഇല്ല. അപ്പോൾ നമുക്ക് ഈ മേള ഒരിക്കലും ഇല്ലാതായിക്കൂടാ. നമുക്ക് ഈ മേള വരും വർഷങ്ങളിലടക്കം
എന്താ പറയുക, ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാണ് നമുക്ക് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ സിനിമകളും ഇങ്ങോട്ട് വരണം, നല്ല സിനിമകൾ വേണം. പിന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സിനിമകൾ അയക്കില്ല, അവർക്ക് പേടിയാണ്. കാരണം അവിടുത്തെ ഫിലിം മേക്കേഴ്സിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല, അവർക്ക് വിസ പ്രോസസ്സിന് ഭയങ്കര സമയമെടുക്കുന്നു. അതിൻ്റെതായ ഒരുപാട് ടെൻഷൻ അക്കാദമി ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് മുതൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പരിഹരിക്കപ്പെടും എന്ന നിലയിലാണ് ഇത്രയും ദിവസം ഞങ്ങൾ അതിനെ വെയിറ്റ് ചെയ്തത്. ശ്രീലങ്കൻ മൂവിയായ റിവർ സ്റ്റോൺ അത് കൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയതാണ്. അതുപോലെ ഒരുപാട് ഇപ്പൊ അത് ചെന്നൈ ഫിലിം ഫെസ്റ്റിവലിൽ പോകുന്നുണ്ട്. അപ്പൊ ഓൾറെഡി പല ഫെസ്റ്റിവൽസിലും ഇന്ത്യയിൽ തന്നെ വന്ന ഫിലിംസ് ആണ് നമുക്കിപ്പം അതിന്റെ സെൻസർഷിപ്പ് കിട്ടാത്തത്, എക്സംഷൻ കിട്ടാത്തത്. അപ്പൊ ഈ ഒരു പ്രശ്നം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് വി തിങ്ക് ദേ വിൽ നമുക്ക് ആ ഒരു സെൻസർ ആ എക്സംഷൻ കിട്ടുമെന്നും ആ ഒരു ഇതിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഗോയിങ് ഓൺ. അതുകൊണ്ടാണ് ഇപ്പൊ അവസാനം 19 വന്ന് നിൽക്കുന്നത്. സോ ഞങ്ങളുടെ കൂടെ നിന്ന് അതുപോലെ ചലച്ചിത്ര പ്രേമികളും ഞങ്ങളുടെ ഈ വിഷമം, അക്കാദമിയുടെ വിഷമം മനസ്സിലാക്കണം. ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവ് കൊണ്ടല്ല ഈ സിനിമകളൊന്നും ഇവിടെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ചലച്ചിത്ര പ്രേമികൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മേള തീരുന്നത് വരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അതിനൊന്നും അക്കാദമി എതിരല്ല, പ്രതിഷേധങ്ങൾ ഉയരണം. പക്ഷെ അക്കാദമി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുഗമമായ ഒരു നടത്തിപ്പില്ല. താങ്ക് യു. സ്വപ്ന, തീർച്ചയായും ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പറയുന്നത് ഇപ്പോഴും ആ സിനിമ 19 സിനിമകൾ പ്രദർശിപ്പിന് അനുമതി നിഷേധിച്ച ആ 19 സിനിമകളും പ്രദർശിപ്പിക്കാനായി അവസാനം വരെയും പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. ആ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് തന്നെയാണ് ചലച്ചിത്ര അക്കാദമി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ സിനിമകളൊക്കെ തന്നെ, ഈ സിനിമകൾ ഇതിന്റെ എത്രയോ ചലച്ചിത്ര വേദികളിൽ, അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ വേദികളിൽ എത്രയോ ഇടങ്ങളിൽ പ്രദർശിപ്പിച്ചുള്ള സിനിമകളാണ് ഇതൊക്കെ. ഈ നിഷേധിച്ചിരിക്കുന്ന ഈ 19 സിനിമകളിൽ പ്രധാനപ്പെട്ടത് ഈ ബാറ്റൻഷിപ്പ് പൊട്ടൻകിൽ പോലുള്ള സിനിമകൾ എന്ന് പറയുന്നത് ആ സിനിമയുടെ 100ാം വാർഷികമാണ്. സിനിമ ഉണ്ടായ കാലം മുതൽ എന്ന് പറയുന്ന രീതിയിൽ അത്രയേറെ 100 വർഷം മുമ്പുള്ള ആ സിനിമ പ്രേമികൾ, സിനിമയെ ചലച്ചിത്രത്തെ പ്രമേയമാക്കി എന്നതടക്കമുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം സിനിമകൾ 20ഓളം സിനിമകളെയൊക്കെ അതിന് ഒരു ബാൻ ഏർപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രദർശന അനുമതി നിഷേധിക്കുമ്പോൾ നമുക്കറിയാം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ആസ്വാദന സ്വാതന്ത്ര്യത്തിനും മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ്. എങ്ങനെയാണ് ഇത് കാണാനെത്തിയ പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാണോ? എന്തായാലും ഇത് ഒരു വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന ഉറപ്പ് ഇതിൻ്റെ ഭാരവാഹികളടക്കം പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് സ്വപ്ന, ഇവിടെ ഇന്നലെ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സിനിമകളുടെ സ്ക്രീനിങ് നിഷേധിച്ചപ്പോൾ, സ്ക്രീനിങ് തടഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അത് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കടുത്ത രീതിയിൽ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാവുകയും ഈ സിനിമാ പ്രേമികളടക്കം ചോദ്യം ചെയ്യുകയും അങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അപ്പോഴും കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം നിഷേധിച്ചത് കൊണ്ടാണ് 19 സിനിമകളുടെ പ്രദർശനം ഉണ്ടാവുകയില്ല എന്ന രീതിയിൽ ഔദ്യോഗിക അറിയിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നാണ് എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകളൊന്നും തന്നെ പിന്നെ പ്രദർശിപ്പിക്കുന്നത്. അതായത് പലസ്തീൻ 36 ഉദ്ഘാടന സിനിമ നിശാഗന്ധിയിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചത്. മറ്റൊരു സിനിമ, പ്രധാനപ്പെട്ട ഒരു സിനിമ ബീഫ്, അതായത് ഒരു സ്പാനിഷ് ചിത്രമാണ്. ആ ബീഫ് ഇപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമി പ്രവർത്തകർ വിശദീകരിച്ചതുപോലെ നേരത്തെ കമലും അടൂർ ഗോപാലകൃഷ്ണനൊക്കെ വിശദീകരിച്ചതാണ്. ബീഫ് എന്നത് അവിടുത്തെ ഒരു പ്രയോഗമാണ്, തടിച്ച എന്ന അർത്ഥമുള്ള ഒരു പ്രയോഗമാണ്, അല്ലാതെ ഇവിടുത്തെ ബീഫ് എന്ന രീതിയിലല്ല. അപ്പോൾ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയത്തിലെ ആരാണിത് ചെയ്തത്? ഏതെങ്കിലും സെക്രട്ടറി ലെവലിലുള്ള ക്ലറിക്കൽ പോസ്റ്റിൽ ഇരിക്കുന്നവർ ഇത് കണ്ടതാണോ എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ TV ചന്ദ്രൻ അടക്കമുള്ളവർ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ ആ പേര് കേട്ടാൽ ഉടനെ ഇത് നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് തന്നെയാണ് ഒരു ഭയപ്പെടുത്തുന്ന നിലപാടാണ് എന്ന് MA ബേബി അടക്കമുള്ളവർ പറയുന്നു. എന്തായാലും ഈ ചലച്ചിത്രത്തെ, സിനിമയെ ഇഷ്ടപ്പെടുന്നവരും അന്താരാഷ്ട്ര സിനിമകളെ, ലോക സിനിമകളെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയും ലോക സിനിമകളുടെ ക്രിയേറ്റിവിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ സിനിമാ പ്രേമികളാണ് IFFK പോലുള്ള ഉത്സവങ്ങൾ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ പറഞ്ഞതുപോലെ IFFKയിൽ 20ഓളം സിനിമകൾക്ക് പലസ്തീൻ പ്രമേയമാക്കിയ 5 സിനിമകളടക്കമുള്ളവയ്ക്ക് കേന്ദ്രം പ്രദർശന അനുമതി നിഷേധിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആസ്വാദന സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. സിനിമാ പ്രേമികൾക്ക് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ശബരിമലയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയ്ക്കായി നട അടച്ചിരിക്കുന്നു. തത്സമയം
ശബരിമലയിൽ ദീപാരാധന തത്സമയമാണ് കണ്ടത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. UDF വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ആശയപരമായി യോജിക്കുന്നവരെ ഉൾപ്പെടുത്തി അടിത്തറ വർദ്ധിപ്പിക്കണമെന്നും LDFിലെ അസംതൃപ്തർ UDFിലെത്തുമെന്ന് കരുതുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDFിലേക്ക് വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനേറ്റ കനത്ത തിരിച്ചടികൾക്കിടയിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം വീണ്ടും ചർച്ചയാവുകയാണ്. ഇതിനിടെയാണ് UDF വിപുലീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തുന്നത്. LDFിലെ അസംതൃപ്തർ UDFിൽ എത്തുമെന്ന് കരുതുന്നുവെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. സമാന ചിന്താഗതിയുള്ള ആളുകൾ ഒരുപാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ വെൽഫെയർ പാർട്ടി UDFിലേക്ക് വരണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDFിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. അതേസമയം തെരഞ്ഞെടുപ്പിൽ LDF കാർഡ് മാറി കളിക്കുകയാണ് എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കാർഡും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡും ഇറക്കി. ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാവും നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത്. LDF ഘടകകക്ഷികൾ UDF പാളയത്തിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, കോഴിക്കോട്. കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനം തള്ളി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് രംഗത്തെത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. ഞാൻ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഇതാണ് തൊടുപുഴ പറഞ്ഞത്. അതവിടെ വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. ഇതൊരു സെമി ഫൈനൽസാണ്. ഫൈനൽസിൽ ഇതിനേക്കാൾ നേട്ടമുണ്ടാവും. ഇടതുപക്ഷത്തോടൊപ്പമുള്ള കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ സ്വതന്ത്രനെ കൂട്ടുപിടിച്ച് പാലക്കാട് നഗരസഭാ ഭരണം പിടിച്ചാൽ രണ്ട് മുന്നണികൾക്കും തിരിച്ചടിയുണ്ടാകുമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. BJPക്കെതിരെ CPM-ഉം കോൺഗ്രസും ചേർന്ന് ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ടുണ്ട്. പലയിടത്തും പാർട്ടിക്ക് സീറ്റുകൾ നഷ്ടമായത് കുറഞ്ഞ വോട്ടുകൾക്കാണ്. ജില്ലയിൽ രാഹുൽ മാങ്കൂട്ടം ഇറക്കിയ ഇടത്തൊക്കെ UDF തോറ്റുവെന്നും പ്രശാന്ത് ശിവൻ പരിഹസിച്ചു. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ശശി തരൂർ എം പി. തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യുന്ന എക്സ്പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് തരൂരിന്റെ അടുത്ത നീക്കം. തരൂരിനെ പോലെയുള്ള നേതാക്കളെ കോൺഗ്രസ് ഒതുക്കുന്നുവെന്നും ദിശാബോധമില്ലാതെയാണ് കോൺഗ്രസ് പോകുന്നത് എന്നുമുള്ള പോസ്റ്റാണ് തരൂർ വീണ്ടും ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതാണെന്ന് തരൂർ പറയുന്നുണ്ട്. അതേസമയം തരൂരിന്റെ പ്രതികരണങ്ങൾക്ക് മറുപടി നൽകേണ്ട എന്ന് സംസ്ഥാന നേതൃത്വത്തിന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SIR-മായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ കണക്കുകളിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ കക്ഷികൾ. തിരികെ ലഭിക്കാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി ഉയർന്നത് എങ്ങനെയെന്ന് CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും പരാതി ഉന്നയിച്ചു. മരിച്ചുപോയവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാകണമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. കരട് പ്രസിദ്ധീകരിക്കും മുൻപ് എന്യൂമറേഷൻ ഫോം തിരികെ കിട്ടാത്തവരെ കണ്ടെത്താൻ വീണ്ടും ശ്രമം നടത്തണമെന്ന് രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യം തള്ളണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി. രണ്ടാമത്തെ പീഡന പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിനെതിരെയാണ് പ്രോസിക്യൂഷന്റെ ഹർജി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് തുടരും. ആദ്യ പരാതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി പിന്നീട് പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ആശ്വാസമേകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടിയത്. ആദ്യ പരാതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ചത്തേക്കാണ് ഹർജി മാറ്റിയതെങ്കിലും ഒരുപക്ഷെ ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരിയിലാവും പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ അതുവരെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടി നൽകും. രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യവും ക്രിസ്മസ് അവധിക്ക് ശേഷമാവും ഹൈക്കോടതി പരിഗണിക്കുക. നിലവിൽ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനാവില്ല. സെഷൻസ് കോടതി വിധിക്കെതിരെയുള്ള സർക്കാരിന്റെ അപ്പീലിൽ വിശദമായ വാദം കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയത്. ആദ്യത്തെ പരാതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ സർക്കാരിന്റെ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായില്ല. ഹാജരാകണമെന്ന അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് രാഹുലിന്റെ വിശദീകരണം. തിരുവനന്തപുരം ജില്ലാ കോടതിയിലെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ 15-ന് ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നു. അതേസമയം സ്കൂട്ടറിൽ ക്ഷേത്ര ദർശനത്തിനിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നാലെ പാഞ്ഞു പോലീസ് സംഘവും. ഇന്ന് രാവിലെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ ഇറങ്ങിയപ്പോഴാണ് പോലീസും പിന്തുടർന്നത്. അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയ ശേഷം രാഹുൽ വേഗം വീട്ടിലെത്തുകയും ചെയ്തു. രാഹുൽ വീട്ടിലെത്തിയ ദിവസം മുതൽ ഷാഡോ പോലീസും സ്ഥലത്തുണ്ട്. പത്തനംതിട്ട വിട്ടുപോകരുതെന്നാണ് നിർദ്ദേശമുള്ളതെന്ന് പോലീസ് പറയുന്നു. ഡൽഹിയിൽ വായു മലിനീകരണവും പുകമഞ്ഞും അതിരൂക്ഷം. പ്രധാന ഇടങ്ങളിലെല്ലാം വായു മലിനീകരണ തോത് 500-നടുത്തെത്തി. സ്റ്റേജ് 4-ൽ ഉൾപ്പെടുന്ന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 10-12 ഒഴികെയുള്ള ക്ലാസുകൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഡീസൽ വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. അതേസമയം 300-ലധികം വിമാന സർവീസുകളെയും പുക ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ അപേക്ഷിച്ച് രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമാണ്. പുകമഞ്ഞും കൂടിയതോടെ പലയിടത്തും ദൂരക്കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. കാഴ്ചപരിധി 0-മായി കുറഞ്ഞു. ആനന്ദ് വിഹാർ, അക്ഷർധാം, ദ്വാരക ഉൾപ്പെടെ നിരവധി മേഖലകളിൽ 490-ന് മുകളിലാണ് വായുമലിനീകരണ തോത്. ആകെയുള്ള 38 വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രങ്ങളിൽ 25 ഇടങ്ങളിലും മലിനീകരണം രൂക്ഷമാണ്. സർക്കാർ ഇതിലൊന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇന്ന് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വായു ശ്വസിക്കുന്ന നഗരനിവാസികൾ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഡൽഹി നിവാസികളാണ് എന്നുള്ളതാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ മറുപടി തന്നിട്ടില്ല. സർക്കാർ ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള മെഷേഴ്സും കൈക്കൊള്ളുന്നില്ല. അതേസമയം മലിനീകരണം കുറയ്ക്കാൻ 4ാം ഘട്ടത്തിലുള്ള നിയന്ത്രണം വായു ഗുണനിലവാര കമ്മീഷൻ ഏർപ്പെടുത്തി. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കൊഴികെ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസുകളാക്കി. LNG, CNG, ഇലക്ട്രിക് എന്നീ വാഹനങ്ങൾക്ക് മാത്രമാണ് രാജ്യതലസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിലേക്ക് പ്രവേശനമുള്ളത്. BS6 ഡീസൽ വാഹനങ്ങൾക്കും പ്രവേശനം അനുവദിക്കും. അതിനിടെ രൂക്ഷമായ പുകമഞ്ഞ് 300-ലധികം വിമാന സർവീസുകളെ ബാധിച്ചു. ഡൽഹിയിൽ നിന്ന് മാത്രം 40 വിമാന സർവീസുകൾ റദ്ദാക്കി. 4 വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിദേശ പഠനത്തിനിടെ രോഗം ബാധിച്ച കോമാവസ്ഥയിലായ മകളെ നാട്ടിലെത്തിക്കാനാകാതെ മാതാപിതാക്കൾ. ആലുവ സ്വദേശിനിയായ സോണയാണ് നാട്ടിലെത്താൻ സാധിക്കാതെ വെന്റിലേറ്ററിൽ കഴിയുന്നത്. മകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മാതാപിതാക്കൾ.
ജോർജിയയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ആലുവ സ്വദേശിയായ സോണ. 5 ദിവസം മുൻപാണ് 23-കാരിയായ മകൾ കോമയിലാണെന്നും വെന്റിലേറ്ററിലാണെന്നുമുള്ള വിവരം മാതാപിതാക്കളായ റോയ്ക്കും ജിജിക്കും ലഭിക്കുന്നത്. കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളാണ് രോഗവിവരം വീട്ടിലറിയിച്ചത്. എന്നാൽ വെന്റിലേറ്ററിലായ മകളെ കാണാൻ പോലും ആകുന്നില്ലെന്നും സുഹൃത്തുക്കളും നിസ്സഹായരാണെന്നും കുടുംബം പറഞ്ഞു. പനി വന്നതിന് ശേഷം അവള് ഇവിടുന്ന് കൊണ്ടുപോയ പാരസെറ്റമോളാണ് കഴിച്ചത്. അവിടെ ഹോസ്പിറ്റലിലൊക്കെ കുറേ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നാലും ചീട്ടെടുത്തപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവൾക്ക് ടോക്കൺ കിട്ടിയത്. പിറ്റേ ദിവസം അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി. ഇതിനു മുമ്പ് ഒരു കൊച്ചി അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിന് വന്ന അസുഖമാണ് എനിക്ക് വന്നേക്കണം അമ്മ എന്ന് പറഞ്ഞു. ഞാനും മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് പൈസ അയക്കാനായിട്ട് ഇത്തിരി വൈകി. കൊച്ചിനാണെങ്കിൽ ആരും നോക്കാണ്ടായി, ആരും തിരിഞ്ഞു നോക്കാണ്ടായി. പൈസ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ICUലോട്ട് കയറ്റി. അപ്പോൾ പറഞ്ഞു തലയിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണെന്ന്. ഇപ്പോൾ കോമ സ്റ്റേജിലാണ്. 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് സോണ. വായ്പയെടുത്താണ് പഠനത്തിനായി വിദേശത്ത് പോയത്. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ എങ്ങനെ മകളെ നാട്ടിലെത്തിക്കുമെന്നറിയാതെ നിസ്സഹായരാണ് മാതാപിതാക്കൾ. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ എത്തിയാൽ മാത്രമേ സോണയെ നാട്ടിലെത്തിക്കാൻ കഴിയൂ. വിസ ലഭിക്കാൻ എംബസിയെയും വിദേശകാര്യ മന്ത്രാലയത്തെയും സമീപിച്ച് കാത്തിരിക്കുകയാണ് മാതാപിതാക്കൾ. അമൃത ന്യൂസ്, കൊച്ചി.